ഒടുവിൽ 107 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ നിന്നും ഇറാനും അമേരിക്കയും പിൻവാങ്ങുന്നു എന്ന സന്തോഷ വാർത്തകൾക്ക് ഇറാന്റെ ഭാഗത്തു നിന്ന് തന്നെ സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. മാസങ്ങൾ നീണ്ട ഇറാൻ അമേരിക്ക യുദ്ധത്തിന് ഇതാ അറുതിയാവാൻ പോകുന്നു. സൈനിക നടപടികൾ അവസാനിപ്പിക്കുവാനുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ജൂൺ 19 ഒപ്പുവെക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വന്ന വാർത്തകൾ. 14 പോയിന്റുകളുള്ള ധാരണാപത്രമാണ് അഥവാ MOU ആണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിൽ വരുന്നത്. ഇത് സംബന്ധിച്ച് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള സ്ഥിരീകരണവും വന്നിരിക്കുകയാണ്. എന്നാൽ ഇതൊരു അന്തിമ കരാർ അല്ല എന്നും 60 ദിവസത്തേക്ക് ആദ്യ ഘട്ടമെന്നോണം ഇവ നടപ്പിലാക്കുമെന്നും 60 ദിവസത്തിനുള്ളിൽ കരാറിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ നടപ്പിലാക്കുമെന്നുമാണ് പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ഉടമ്പടിയിലെ പ്രധാനപ്പെട്ട ധാരണകൾ. അന്തിമവും ശാശ്വതവുമായ കരാറിലെത്താൻ ഇരു രാജ്യങ്ങളും ഒന്നിച്ചു പ്രവർത്തിക്കും. കരാറിൽ പ്രധാനപ്പെട്ട വ്യവസ്ഥകളും കാര്യങ്ങളും ഇനി പറയുന്നവയാണ്. കരാറിലെത്തുന്നതോടെ ഹോർമസ് കടലിടുക്ക് വീണ്ടും തുറക്കുമെന്ന ആശ്വാസം കൂടി ഗൾഫ് രാജ്യങ്ങൾക്ക് കൈവന്നിട്ടുണ്ട്. അതോടൊപ്പം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കുള്ള ഇറക്കുമതിക്ക് വലിയ ആശ്വാസകരമായ സൂചനകളും ഉണ്ടാകും. സൈനിക നടപടികൾ ഇരു രാജ്യവും ഉടൻ അവസാനിപ്പിക്കും. US-ഉം ഇറാനും തമ്മിലുള്ള എല്ലാത്തരം സൈനിക നീക്കങ്ങളും ഉടനടി സ്ഥിരമായി നിർത്തലാക്കും. സ്വന്തം രാജ്യങ്ങളിൽ മാത്രമല്ല, ലെബനൻ ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ മേഖലയിലെ എല്ലാ യുദ്ധമുന്നണികളിലും സൈനിക നടപടികൾ അവസാനിപ്പിക്കാൻ ഇരുപക്ഷവും സമ്മതിച്ചിട്ടുണ്ട്. ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിലും സൈനിക നടപടികൾ സ്ഥിരമായി അവസാനിപ്പിക്കാൻ ഇരുപക്ഷവും സമ്മതിച്ചതായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അറിയിച്ചിട്ടുണ്ട്. ഈ കരാറിലേക്ക് നയിച്ച മധ്യസ്ഥ ശ്രമങ്ങളെ പിന്തുണച്ച ഖത്തർ, സൗദി, തുർക്കി എന്നീ രാജ്യങ്ങളിലെ നേതാക്കൾക്ക് ഷെരീഫ് നന്ദി അറിയിക്കുകയും ചെയ്തു. ഹോർമസ് കടലിടുക്ക് തുറക്കലും നാവിക ഉപരോധം പിൻവലിക്കലും അന്താരാഷ്ട്ര വിപണിയെ ഏറ്റവും കൂടുതൽ ബാധിച്ച US-ന്റെ നാവിക ഉപരോധം പൂർണ്ണമായി പിൻവലിക്കലുമൊക്കെയാണ് കരാറിലെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ. മറ്റൊന്ന്, മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടു നൽകലാണ്. ഇറാനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ഉടമ്പടിയാണിത്. US മരവിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇറാന്റെ ഭീമമായ തുക ഘട്ടം ഘട്ടമായി തിരിച്ചു നൽകും. ഔദ്യോഗിക ചർച്ചകൾ ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപായി $12 ബില്യൺ അമേരിക്ക വിട്ടു നൽകും. അടുത്ത 60 ദിവസത്തെ ചർച്ചാ കാലയളവിനുള്ളിൽ ബാക്കി തുക കൂടി ഉൾപ്പെടുത്തി മൊത്തം $24 ബില്യൺ ആസ്തികളാണ് ഇറാനിലേക്ക് തിരിച്ചെത്തിക്കുക. മറ്റൊന്ന്, 60 ദിവസത്തെ സമഗ്രമായ ഉഭയകക്ഷി ചർച്ചകൾ ജൂൺ 19 സ്വിറ്റ്സർലാൻഡിൽ വെച്ച് ഔദ്യോഗികമായി ഒപ്പുവെക്കുന്നതോടെയാണ് കൗണ്ട് ഡൗൺ 60 ദിവസത്തേക്ക് ആരംഭിക്കുന്നത്. ഈ 2 മാസത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളിലെയും ഉയർന്ന ഉദ്യോഗസ്ഥർ തമ്മിൽ തുടർച്ചയായ ചർച്ചകൾ നടത്തുകയും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള തർക്കങ്ങൾ ഒഴിവാക്കി ഒരു അന്തിമ സമഗ്ര സമാധാന ഉടമ്പടി രൂപീകരിക്കുകയും ചെയ്യും. മറ്റൊന്ന്, പ്രാദേശിക സഖ്യകക്ഷികൾക്ക് മേലുള്ള നിയന്ത്രണമാണ്. ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ലെബനനിലെ ഹിസ്ബുള്ള പോലുള്ള സായുധ സംഘടനകളുടെ ആക്രമണങ്ങൾ തടയാനും മേഖലയിൽ സമാധാനം ഉറപ്പാക്കുവാനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയുണ്ടാകും. താൽക്കാലികമായി യുദ്ധം നിർത്തുക, എണ്ണക്കടത്ത് പുനരാരംഭിക്കുക, ഇറാന്റെ പണം വിട്ടു നൽകുക എന്നിവയാണ് പ്രധാനപ്പെട്ട ഉടമ്പടിയിലെ കാര്യങ്ങൾ. വരും ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകൾക്ക് ശേഷം ഇതിന്റെ കൂടുതൽ വിശദമായ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്നത് പുറത്തു വരുന്നുള്ളൂ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിന് ഈ കരാറോടെ ഉടനടി അന്ത്യമാകുമെന്നാണ് ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗരീബാബാദി പറയുന്നത്. അന്തിമ കരാറിനായുള്ള ചർച്ചകൾ 2 മാസത്തിനുള്ളിൽ ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഒരു ഭാഗത്ത് ധാരണാപത്രം ഒപ്പിടാൻ തയ്യാറെടുക്കുന്നതിനിടെ പ്രകോപനവുമായി വീണ്ടും ഇസ്രയേൽ രംഗത്ത് വരുന്നത് വലിയ വിമർശനങ്ങൾക്കും സംശയങ്ങൾക്കും ചോദ്യങ്ങളുമൊക്കെ ഉയർത്തുകയാണ്. നയതന്ത്ര ശ്രമങ്ങളെ തകിടം മറിക്കുമോ എന്ന ഭയപ്പെടുത്തൽ ഇതോടെ ഉണ്ടാവുകയാണ്. ഇത്തരമൊരു നയതന്ത്ര പ്രഖ്യാപനം നടക്കുന്നതിന് തൊട്ടു മുൻപാണ് ബൈറൂട്ടിൽ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് ഈ സമാധാന പ്രഖ്യാപനം പുറത്തു വന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇനി ഈ കരാർ വരുന്നതോടുകൂടി ഇന്ത്യക്ക് ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമതായി, ഇന്ത്യയുടെ കയറ്റുമതി കൂടും. രൂപക്ക് അത് കരുത്താകും. 107 ദിവസം നീണ്ടുനിന്ന യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമസ് കടലിടുക്ക് വീണ്ടും തുറക്കുവാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും പുതിയ സമാധാന പ്രഖ്യാപനം ഇന്ത്യക്ക് വലിയ നേട്ടമാകുമെന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധരും കയറ്റുമതി വ്യാപാരികളും വിലയിരുത്തുന്നത്. യുദ്ധം മൂലം കടുത്ത പ്രതിസന്ധിയിലായ പശ്ചിമേഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി വർദ്ധിക്കും. ആഭ്യന്തര നിർമ്മാണ മേഖലയ്ക്ക് അത് ഉണർവേകും. ഇന്ത്യൻ രൂപയുടെ മൂല്യം സ്ഥിരതയോടെ നിലനിർത്താനും ഈ കരാർ സഹായിക്കും. കരാർ വിജയകരമായി നടപ്പിലാക്കുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ ഇറക്കുമതി ചിലവ് കുറയ്ക്കുകയും
പണപ്പെരുപ്പ ഭീഷണി ഒഴിവാക്കുകയും വരും ദിവസങ്ങളിൽ വ്യാപാരത്തിന് കൂടുതൽ അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുമെന്നും അവർ വ്യക്തമാക്കി. ആഗോള ഊർജ്ജ വിതരണം തടസ്സപ്പെടുത്തുകയും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ബാരലിന് $100 മുകളിലേക്ക് ഉയർത്തുകയും പശ്ചിമേഷ്യ ഒന്നാകെ ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിന്റെ വക്കിലെത്തിക്കുകയും ചെയ്ത 4 മാസം നീണ്ട യുദ്ധത്തിനാണ് ഈ കരാറിലൂടെ അന്ത്യമാകുന്നത്. അസംസ്കൃത എണ്ണ, ക്രൂഡ് ഓയിൽ, LPG, LNG എന്നിവയ്ക്കായി പശ്ചിമേഷ്യയെ വൻതോതിൽ ആശ്രയിക്കുന്ന ഇന്ത്യക്ക് ഈ സമാധാന കരാർ വലിയ ആശ്വാസമാണ് നൽകുക. യുദ്ധകാലത്ത് കുതിച്ചുയർന്ന ഊർജ്ജവില, രൂപയുടെ മൂല്യത്തകർച്ച, പണപ്പെരുപ്പ സാധ്യതകൾ എന്നിവയിൽ നിന്ന് ഇന്ത്യക്ക് ഇതോടെ വലിയ മോചനം ലഭിക്കുമെന്നും സാമ്പത്തിക ഗവേഷക സ്ഥാപനമായ GTRI വ്യക്തമാക്കി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ ഉടനടി സാമ്പത്തിക ആശ്വാസം നൽകുന്ന ഒന്നാണ്. കാരണം ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ എത്രത്തോളം പശ്ചിമേഷ്യ ആശ്രയിച്ചാണ് കിടക്കുന്നത് എന്ന് ഈ യുദ്ധം നമുക്ക് വ്യക്തമാക്കി തന്നു എന്നാണ് അവർ പറയുന്നത്. ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ 50%, LPG വിതരണത്തിന്റെ 70%, LNG ഇറക്കുമതിയുടെ ഏകദേശം 90% പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് എന്നും GTRI സ്ഥാപകൻ അജയ് ശ്രീവാസ്തവ വ്യക്തമാക്കി. ഗൾഫ് മേഖലയിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടത് ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതി ചെലവ് വൻതോതിൽ വർദ്ധിപ്പിക്കുകയും പണപ്പെരുപ്പ സാധ്യതകൾ കൂട്ടുകയും രൂപയുടെ മൂല്യം ഇടിയാൻ കാരണമാവുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഇന്ത്യൻ എണ്ണ കമ്പനികൾക്ക് അകലെയുള്ള മറ്റു വിപണികളിൽ നിന്ന് പകര സംവിധാനങ്ങൾ തേടേണ്ടി വന്നിരുന്നു. ഈ പ്രതിസന്ധികൾക്കാണ് ഇപ്പോൾ പരിഹാരമാകുന്നത്. ഏതായിരുന്നാലും ഇറാനും US തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുന്നു എന്നത് ലോകരാഷ്ട്രങ്ങൾക്കും ഒപ്പം ഇന്ത്യക്കും വലിയ ആശ്വാസമാണ് സമ്മാനിക്കുക. Waytonikah.com, the exclusive Muslim matrimonial site.